കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ എന്ന് അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്ക സഭയിലുള്ള ജനങ്ങളോട് പറയുകയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ പിതാവ് ഏൽപ്പിച്ച ജോലി നിറവേറ്റുവാനായിട്ട് യേശുവിന് നേരെ വന്ന തൻ്റെ ദൈവ ഇഷ്ടം ചെയ്യുവാനായിട്ട് തൻ്റെ എതിർപ്പുകൾ, പിശാചിൽ നിന്ന് വന്ന എതിർപ്പുകൾ, മനുഷ്യരിൽ നിന്ന് വന്ന എതിരുകൾ, പള്ളിപ്രമാണികളിൽ നിന്ന് വന്ന എതിരുകൾ, തൻ്റെ സ്നേഹിച്ച സഹോദരന്മാരിൽ നിന്ന് വന്ന എതിരുകൾ, അങ്ങനെ എല്ലാ എതിരുകളെയും യേശുക്രിസ്തു സഹിഷ്ണുതയോടെ അത് സഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അതിനെ സഹിപ്പാനുള്ള ഒരു കൃപ യേശുക്രിസ്തുവിന് കിട്ടി. എൻ്റെ പ്രിയ ദൈവമക്കളെ, വിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പൈശാചികൻ മുഖാന്തരം വരുന്ന ചില കഷ്ടപ്പാടുകളായാലും, മനുഷ്യൻ നമുക്ക് തരുന്ന കഷ്ടപ്പാടുകളായാലും, ക്രിസ്തു ദൈവ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് സഹിച്ചതുപോലെ നാമും സഹിക്കേണ്ടതാകണം. ആ ഒരു സഹിഷ്ണുത നമുക്ക് വേണമെന്ന് ദൈവവചനം പറയുന്നു. അതേപോലെ ആ ഒരു സഹിഷ്ണുത നമ്മിൽ വരണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം. ദൈവത്തിൻ്റെ കൃപ ഇല്ലാതെ ആർക്കും ഒരു സഹിഷ്ണുതയോടെ തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകളെയും വേദനകളെയും സഹിക്കുവാൻ ആവത്തില്ല. ഈ സഹിക്കാനാവാതെ നാം പ്രതികരിക്കുകയും അല്ലെങ്കിൽ നാം അവരുടെ കൊള്ള എങ്ങനെയൊക്കെ നടക്കുന്നത് സഹിഷ്ണുത ഇല്ലാത്ത കാരണത കൊണ്ടാണ്. പ്രിയ ദൈവമക്കളെ, ക്രിസ്തു യേശു സകലതും സഹിഷ്ണുതയോടെ മുമ്പോട്ട് പോയതുപോലെ നമുക്കും സകലതും സഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ വരവിലേക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ക്രിസ്തു എല്ലാം ദൈവ ഇഷ്ടം ചെയ്യുവാനായിട്ട് സഹിച്ചതുപോലെ അങ്ങയുടെ തിരിഹിതം നിറവേറ്റുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പൈശാചികനായിട്ട് വരുന്ന പോരുകളും മനുഷ്യൻ തരുന്ന കഷ്ടപ്പാടുകളെയും സഹിഷ്ണുതയോട് മുമ്പോട്ട് പോകുവാനും അത് ദൈവസ്നേഹത്തിൽ എല്ലാം ക്ഷമിപ്പാനും ദൈവം നമുക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയിലും കർത്താവേ, നീ ഞങ്ങളെ നിൻ്റെ കൃപയിൽ കാത്തു സൂക്ഷിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.